ഇടുക്കിയുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 17,000 വോട്ടുകളുടെ ഒരു മെജോറിറ്റി ഇടുക്കിയിൽ ഇപ്പോൾ UDF നിലനിൽക്കുകയാണ്. അവിടെ ഒട്ടേറെ വിഷയങ്ങളുണ്ടായിരുന്നു. അതായത് വന്യജീവി ആക്രമണം പോലെയുള്ള വിഷയങ്ങൾ അടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ ലോക്സഭ ഇപ്പോൾ തന്നെ ഈ ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പരാജയപ്പെടുന്ന സാഹചര്യമാണെങ്കിലും പിന്നീട് MP സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട്. ഡീൻ കുര്യാക്കോസ് തുടരുന്ന സാഹചര്യം MB ആയി തുടരുന്ന പശ്ചാത്തലമുണ്ട്. തൊട്ടടുത്ത മണ്ഡലത്തിലേക്ക് ഫ്രാൻസിസ് ജോർജ് എത്തുമ്പോൾ, പാലായിലേക്ക് എത്തുമ്പോൾ അവിടെ ഇതേ ജോസ് കെ മാണി വിഭാഗത്തെയാണ് പരാജയപ്പെടുത്തിയത് എന്നത് അടക്കമുള്ള ഒരു പശ്ചാത്തലം ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഇടുക്കി ഇത്തവണ അനുകൂലം എന്നൊരു കണക്കുകൂട്ടൽ കൂടി ഉണ്ടോ PJ ജോസഫിന്? തീർച്ചയായും. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടുക്കിയിൽ വലിയ മുന്നേറ്റം നടത്താൻ UDF കഴിഞ്ഞിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചിത്രം മാറുന്നു. തൊടുപുഴ ഒഴികെ മറ്റ് 4 മണ്ഡലങ്ങളിലും പരാജയപ്പെടുന്നു. പക്ഷേ ഇത്തവണ സാഹചര്യം വ്യത്യസ്തമാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. എല്ലാ നഗരസഭകളിലും വിജയമുണ്ടായി. ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും വിജയിക്കാനായി. ഇടുക്കി ജില്ലാ പഞ്ചായത്തുകൾ വ്യക്തമായ മേധാവിത്വത്തോടു കൂടിയാണ് UDF അധികാരത്തിലേക്ക് തിരിച്ചു വന്നത്. ഉടുമ്പൻചോല ഒഴിച്ച് മറ്റ് 4 മണ്ഡലങ്ങളിലും UDF വലിയ വിജയപ്രതീക്ഷയാണ്. അതിൽ തൊടുപുഴയിലും, അതായത് ആകെയുള്ള 5 മണ്ഡലങ്ങളിൽ തൊടുപുഴയിലും ഇടുക്കിയിലും കേരള കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. മറ്റ് 3 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ആണ്. സ്വാഭാവികമായും ഈ 2 ഇടത്തും വിജയിക്കേണ്ടത് കേരള കോൺഗ്രസിൻ്റെ അഭിമാന പ്രശ്നമാണ്. മാത്രമല്ല LDF ജോസ് കെ മാണി വിഭാഗത്തിന് വലിയ പരിഗണന നൽകുന്നുണ്ട്. പക്ഷേ UDF ആ പരിഗണന തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നൊരു അതൃപ്തി ജോസഫ് ഗ്രൂപ്പിനുണ്ട്, കേരള കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് ഇത്തവണ കേരള കോൺഗ്രസിൻ്റെ ചില സീറ്റുകളിൽ കോൺഗ്രസ് നോട്ടമിടുന്നുണ്ട്. അതിൽ ഏറ്റുമാനൂര്, ചങ്ങനാശ്ശേരി, കുട്ടനാട് ഈ മണ്ഡലങ്ങളൊക്കെ വെച്ചുമാറണമെന്നൊരു ആവശ്യം പറയുന്നു. അതോടൊപ്പം കഴിഞ്ഞ തവണ മത്സരിച്ച തൃക്കരിപ്പൂരിൽ ആദ്യമായിട്ടാണ് കേരള കോൺഗ്രസ് മത്സര രംഗത്തേക്ക് വരുന്നത്. പക്ഷേ നല്ല മത്സരമാണ്. കാരണം KM മാണിയുടെ മരുമോൻ, ജോസ് കെ മാണിയുടെ സഹോദരി ഭർത്താവാണ് കഴിഞ്ഞ തവണ. MP ജോസഫ് IAS ആണ് കഴിഞ്ഞ തവണ തൃക്കരിപ്പൂരിൽ മത്സരിച്ചത്. വലിയ മുന്നേറ്റം, അതായത് ഇടത് തരംഗത്തിനിടയിലും തൃക്കരിപ്പൂരിൽ മികച്ച മത്സരം കാഴ്ചവെക്കാൻ MP ജോസഫിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ തൃക്കരിപ്പൂരും വിട്ടു നൽകില്ല. കഴിഞ്ഞ തവണ മത്സരിച്ച 9 നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തവണ വേണമെന്ന ആവശ്യം. അതിൽ ഏറ്റവും അഭിമാന പ്രശ്നം ഇടുക്കി ജില്ലയാണ്. കാരണം കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളാണ് കോട്ടയവും അതോടൊപ്പം ഇടുക്കിയും. ഇടുക്കിയിൽ ഒരു സീറ്റിൽ മാത്രം, തൊടുപുഴ മാത്രം നടക്കില്ല, 2 സീറ്റും വേണമെന്ന ആവശ്യം വ്യക്തമായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ PJ ജോസഫ് അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് ഇക്കാര്യം നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ മറ്റൊരു സാധ്യതയുള്ളത്, ഇനി ഒരു പക്ഷേ PJ ജോസഫ് അല്ല മത്സരിക്കുന്നതെങ്കിൽ ഇടുക്കിക്ക് പകരം മറ്റേതെങ്കിലും സീറ്റ്, അത് ഇടുക്കി ജില്ലയിൽ തന്നെ ഒരു പക്ഷേ പീരുമേടോ ഉടുമ്പൻചോലയോ, അതിൽ പീരുമേടാണ് പിന്നെ ഒരു സാധ്യത. കാരണം കേരള കോൺഗ്രസിനൊരു വേരോട്ടമുള്ളൊരു സ്ഥലം, വേരോട്ടമുള്ളൊരു മണ്ഡലം, അത്തരമൊരു സാധ്യതയുണ്ട്. പക്ഷേ ഈ ഇടുക്കി നിയോജക മണ്ഡലം വിട്ടു നൽകാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് PJ ജോസഫിനെ രംഗത്തിറക്കിക്കൊണ്ട് PJ ജോസഫ് ഇടുക്കിയിലും തൊടുപുഴയിൽ, അതായത് ഹൈ റേഞ്ചിൽ PJ ജോസഫ്, ലോ റേഞ്ചിൽ അബു ജോൺ ജോസഫ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഒരു അച്ഛൻ മകൻ ഒരു മത്സരം ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. കേരള കോൺഗ്രസിൻ്റെ 84 വയസ്സാണെങ്കിൽ പോലും PJ ജോസഫ് ഇപ്പോഴും ശക്തനാണ്, ആരോഗ്യവാനാണ്. ആ ഒരു സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആയി ഒരുങ്ങുന്നത്. ചർച്ചകൾ പുരോഗമിക്കുന്നത്. അഭിലാഷ്. എന്തായാലും തങ്ങളുടെ മണ്ഡലങ്ങൾ വിട്ടു നൽകാൻ ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒരുക്കമല്ല എന്ന വിവരം ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടുക്കിയിലേക്ക് PJ ജോസഫ് തന്നെ സ്ഥാനാർത്ഥിയായി എത്തുന്ന സാഹചര്യവും തള്ളിക്കളയാനാകില്ല. ഇനിയിപ്പോൾ ഇടുക്കി കോൺഗ്രസിന് വിട്ടു നൽകുകയാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു മണ്ഡലം പകരം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടുക്കിയിലേക്ക് PJ ജോസഫ് പോകുന്നുവെങ്കിൽ PJ ജോസഫിന്റെ തൊടുപുഴയിൽ ആര് എന്നതാണല്ലോ അടുത്ത ചോദ്യമായി ഉയരുന്നത്. അവിടെ അതിനുള്ള ഉത്തരം നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം തൊടുപുഴയിൽ ഇപ്പോൾ PJ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് വളരെ സജീവമാണ് എന്ന് മാത്രവുമല്ല, കേരള കോൺഗ്രസിൻ്റെ സംഘടനാ തലപ്പത്തേക്ക് അദ്ദേഹം ചുമതലപ്പെടുത്തുകയും ചെയ്ത സാഹചര്യമുണ്ട്.
ഉണ്ട്. അതിനുശേഷം ഇപ്പോൾ തൊടുപുഴയിലടക്കം അപ്പു വളരെ സജീവമാണ് എന്നത് വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു തലമുറ മാറ്റം ഉണ്ടാകുന്നു കേരള കോൺഗ്രസിൽ എന്ന സൂചനകൾ ആണ് പുറത്തു വന്നത്. അവിടെയും ഈ കുടുംബാധിപത്യം എന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ കേരള കോൺഗ്രസുകളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിപ്പോൾ ജോസ് കെ മാണി, അവിടെ കെ എം മാണിയുടെ മകനായ ജോസ് കെ മാണിയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഇപ്പോഴത്തെ സാരഥി എന്നത് നമുക്കറിയാം. ഇനിയിപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സാരഥിയായി അപ്പു എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ ടി എം ജേക്കബ് ആയിരുന്നു മറ്റൊരു കേരള കോൺഗ്രസിൻ്റെ നേതാവ് എങ്കിൽ അനൂപ് ജേക്കബാണ് പിന്നീട് രംഗത്തെത്തിയിട്ടുള്ളത്. കെ പി ഗണേഷ് കുമാർ പോലും നമുക്ക് അറിയാവുന്നതേയുള്ളൂ. അങ്ങനെ ഒരു കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസിലൂടെ കടന്നു വന്നിട്ടുള്ള നേതാക്കൾ ആണ്. ആ നിരയിലേക്കാണ് അപ്പു എത്തുന്നത്. പക്ഷേ അപ്പുവിനെ സംബന്ധിച്ചിടത്തോളം തൊടുപുഴയിലേക്ക് എത്തുമ്പോൾ അത് അപ്പുവിൻ്റെ ഒരു കന്നി അംഗമാണ് എന്ന് പറയാം. പാർലമെന്ററി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് നിയമസഭാ പോരാട്ടത്തിന് ആദ്യമായി എത്തുന്ന സാഹചര്യം ആണ് ഉള്ളത്. അവിടെ പി ജെ ജോസഫിൻ്റെ മകൻ എന്ന നിലയിൽ അവിടെ ലഭിക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട്. പ്രത്യേകിച്ച് തൊടുപുഴ എന്നത് ഇടുക്കി ജില്ലയുടെ നഗരം എന്ന് തന്നെ പറയാം. ഇടുക്കി ജില്ലയുടെ ഒരു തലസ്ഥാന നഗരി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നഗരപ്രദേശം ആണ് എന്ന് പറയുമ്പോൾ പോലും ആ ഗ്രാമീണ അന്തരീക്ഷത്തിന് വലിയ മാറ്റമൊന്നും തൊടുപുഴയിൽ ഇപ്പോഴുമില്ല. ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് നഗരപ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഭൂപ്രകൃതിയുമല്ല ഈ തൊടുപുഴയുടേത് എന്നാണ് എടുത്തു പറയേണ്ടത്. അവിടേക്കാണ് ഇപ്പോൾ അപ്പു എത്തുന്നത്. നമുക്ക് വീണ്ടും ടോമിലേക്ക് തന്നെയാണ് പോകേണ്ടത്. ടോം, ഇവിടെ ഇതാ സ്വാഭാവികമായും ഇടുക്കിയിലേക്ക് പി ജെ ജോസഫ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ടായ സംശയമാണ് അപ്പോൾ പിന്നെ തൊടുപുഴയിൽ ആര് എന്നത്. അതിൻ്റെ ഉത്തരമാണ് അപ്പു എന്നത്. അപ്പുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തലമുറ മാറ്റത്തിലേക്ക് എത്തുന്നു. അവിടെ നേരത്തെ തന്നെ പാർട്ടി വേദികളിൽ സജീവമായിരുന്നു. സാമൂഹികമായ ഇടപെടലുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നതാണ്. ഒരു പക്ഷേ പി ജെ ജോസഫ് ഇടുക്കിയിൽ മത്സരിച്ചില്ല എങ്കിൽ പോലും ഇനി അപ്പു എന്ന പേരിന് തന്നെയല്ലേ തൊടുപുഴയിൽ സാധ്യത കൂടുതൽ? തീർച്ചയായും അഭിലാഷ്, കാരണം കടുത്തുരുത്തി കഴിഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയങ്ങൾ ചർച്ചകൾ നടക്കുന്നു. അതിൽ ഉറപ്പായിരിക്കുന്നത് കടുത്തുരുത്തിയിലും അതോടൊപ്പം തൊടുപുഴയിലുമാണ്. കടുത്തുരുത്തിയിലും മോൻസ് ജോസഫ്, ജോൺ ജോസഫ്, ഈ രണ്ടുപേരുടെ പേരുകൾ ഏകദേശം ഉറപ്പിച്ചിരിക്കുന്നു. കാരണം പി ജെ ജോസഫ് ഇടുക്കിയിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും അബു ജോൺ ജോസഫ് തന്നെയായിരിക്കും തൊടുപുഴയിലെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ മറ്റ് തർക്കങ്ങളില്ല, സംശയമില്ല. മാത്രമല്ല, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചു, സാധാരണ ഈ മക്കൾ രാഷ്ട്രീയം അത് കേരള കോൺഗ്രസിൽ എക്കാലത്തും ഉള്ളതാണ്. അത് കെ എം ജോർജിൻ്റെ മകൻ ഫ്രാൻസിസ് ജോർജ് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴും അതിനുശേഷം ജോസ് കെ മാണി, പിന്നീട് കെ പി ഗണേഷ് കുമാർ, അനൂപ് ജേക്കബ്, അങ്ങനെ കേരള കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത്തരം മക്കൾ രാഷ്ട്രീയത്തിൽ പലപ്പോഴും പാർട്ടിക്കുള്ളിൽ കലഹങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും അത് ജോസ് കെ മാണി വന്നപ്പോൾ മുതിർന്ന നേതാക്കൾ വലിയ കലഹമുണ്ടാക്കി. അനൂപ് ജേക്കബിൻ്റെ കാര്യമാണെങ്കിലും കെ പി ഗണേഷ് കുമാറിൻ്റെ കാര്യം എടുത്താലും അത്തരം കലഹങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അബു ജോൺ ജോസഫിൻ്റെ രാഷ്ട്രീയ പ്രവേശം അത് പാർട്ടിക്കുള്ളിൽ മറ്റ് പ്രശ്നങ്ങളില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്, അബു ജോൺ ജോസഫ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ഒരു ഘട്ടത്തിലും വന്നിട്ടില്ല. കാരണം മുതിർന്ന നേതാക്കൾക്ക് വളരെ സ്വീകാര്യനാണ്, തൊടുപുഴയിൽ സ്വീകാര്യനാണ്. പി ജെ ജോസഫിന് കഴിഞ്ഞ നടത്തപ്പെടുന്ന ഭൂരിപക്ഷം, കാരണം മൃഗീയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും UDF-ലായിരുന്നപ്പോൾ പി ജെ ജോസഫ് നിയമസഭയിൽ എത്തിയത്. അതേ രീതിയിൽ തന്നെയുള്ള ഒരു മുന്നേറ്റം ഇത്തവണയും ഉണ്ടാകാൻ കഴിയും. കാരണം പി ജെ ജോസഫ് മണ്ഡലത്തിലുള്ളതുപോലെ തന്നെ അബു ജോൺ ജോസഫ് എല്ലായിടത്തും അബു ജോസഫിന് സാന്നിധ്യമുണ്ട്. രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്തൊക്കെ അദ്ദേഹം സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് അബു ജോൺ ജോസഫ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന്. അതായത് 1970 പി ജെ ജോസഫ് തൊടുപുഴയിൽ എത്തുന്നത്. അന്ന് അദ്ദേഹം യുവനേതാവാണ്. 70 മുതലുള്ള ജൈത്രയാത്ര, 91 അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ അന്ന് പി ടി തോമസ്, കോൺഗ്രസ് നേതാവ് പി ടി തോമസ് അവിടെ ജയിക്കുന്നു. പിന്നീട് 2001 പി ജെ ജോസഫിനെ അട്ടിമറിക്കുന്നു. പി ജെ ജോസഫിൻ്റെ രാഷ്ട്രീയത്തിലെ നിയമസഭാ പോരാട്ടത്തിലെ ആദ്യത്തെ തോൽവിയായിരുന്നു 2001. അന്നും പി ടി തോമസ് വിജയിക്കുന്നു. അതിനുശേഷം പി ജെ ജോസഫിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. അദ്ദേഹം അവിടെ വിജയിച്ചു പോരുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് അബു ജോൺ ജോസഫ് വലിയ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നത്. അബു ജോൺ ജോസഫിനെ നേരിടാൻ ഇത്തവണ CPM ആര് രംഗത്തിറക്കുമെന്ന ഒരു ചോദ്യമാണുള്ളത്. കാരണം പല പരീക്ഷണങ്ങളും പി ജെ ജോസഫിനെ അട്ടിമറിക്കാൻ പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് കഴിയാതെ പോയിട്ടുണ്ട്. ഇത്തവണ അബു ജോൺ ജോസഫിനെ എതിരാളിയെ കണ്ടെത്താൻ ഇടതുപക്ഷം വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ആരെ കൊണ്ടുവന്നാലും, കാരണം വലിയ വേരോട്ടം കേരള കോൺഗ്രസിനുണ്ട്, UDF-നുണ്ട്. തൊടുപുഴ നഗരസഭയിൽ വലിയ വിജയമായിരുന്നു. പഞ്ചായത്തുകളെല്ലാം തൂത്തുവാരി. കാരണം ഒരു 20,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന്
ജോസഫ് ഗ്രൂപ്പ്, അതായത് കേരള കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം PJ ജോസഫിൻ്റെ വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് തൊടുപുഴ എന്നതാണ്. അതോടൊപ്പം തന്നെ അബു ജോൺ ജോസഫിൻ്റെ കന്നി മത്സരമാണ് അദ്ദേഹം. പക്ഷെ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ PJ ജോസഫിനേക്കാളും കൂടുതൽ മണ്ഡലത്തിൽ സജീവമായി രംഗത്തുണ്ടായിരുന്ന വ്യക്തിയാണ് അബു ജോൺ ജോസഫ്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. യെസ്, കേരള കോൺഗ്രസുകളുടെ തട്ടകം, ആ തട്ടകത്തിൽ ഇത്തവണ വീറും വാശിയും ഉള്ള പോരാട്ടത്തിന് കളമൊരുങ്ങുമോ? കേരള കോൺഗ്രസുകളിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ? മുന്നണി മാറ്റങ്ങൾ തള്ളിക്കളയാനാകുമോ? എന്തായാലും ഇനിയുള്ള 3 മാസം എന്നത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാകാൻ പോകുന്ന ദിവസങ്ങളാണ്. അവിടെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള സൂചനകൾ ഇപ്പോഴുണ്ട്, പക്ഷേ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. അത്തരം വാർത്തകൾ തീർച്ചയായും വരും ദിവസങ്ങളിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ഒപ്പം തൊടുപുഴയിലേക്ക് അപ്പുവിനെ എത്തിക്കുമ്പോൾ തൊടുപുഴയുടെ ഒരു പശ്ചാത്തലം കൂടി നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 തെരഞ്ഞെടുപ്പിൽ അവിടെ PJ ജോസഫ് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലമുണ്ട്. 67,495 വോട്ടുകളാണ് PJ ജോസഫിന്റെ സ്വന്തം തട്ടകമായ തൊടുപുഴയിൽ കഴിഞ്ഞ തവണ PJ ജോസഫിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. PJ ജോസഫ് എന്ന കുടുംബവും അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലവും ഇപ്പോഴും കാർഷിക സംസ്കാരം വെച്ചു പുലർത്തുന്ന ഒരു കുടുംബം തന്നെയാണ് PJ ജോസഫിൻ്റേത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ കാർഷിക സംസ്കാരം തന്നെയാണ് തൊടുപുഴയുടെ നഗരഭാഗങ്ങളിൽ പോലും ഉള്ളത് എന്നതുകൊണ്ട് തന്നെയാണ് തൊടുപുഴക്കാർ എപ്പോഴും PJ ജോസഫിന് അനുകൂലമാകുന്ന ഒരു വിധി നിർണ്ണയിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ രാഷ്ട്രീയ എതിരാളിയായിരുന്നത് പ്രൊഫസർ KI ആന്റണി ആയിരുന്നു എന്നത് തന്നെയാണ്. കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടിയപ്പോൾ അവിടെ UDF പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല 47,236 വോട്ടുകൾ ആണ് ലഭിച്ചത്. BJP ഒരു യുവ നേതാവിനെയായിരുന്നു പോരാട്ടത്തിനായി ഇറക്കിയിരുന്നത്. തൊടുപുഴ സ്വദേശിയായിട്ടുള്ള ശ്യാം രാജ് ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥിയായി വന്നത്. അവിടെ കാര്യമായ ഒരു നേട്ടം കൈവരിക്കാൻ ശ്യാമിന് ആ തെരഞ്ഞെടുപ്പിൽ സാധിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി നമ്മൾ തൊടുപുഴയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിസൾട്ട് ആണ് ഇതിനെ താരതമ്യം ചെയ്യേണ്ടത്. അവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ട ഒന്ന്, NDA നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം നടത്തുന്നുണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ പിന്നിലേക്ക് പോയി ഈ തൊടുപുഴ മണ്ഡലത്തിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 21,263 വോട്ടുകൾ നേടിയ NDA, പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 16,223 വോട്ടുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത് എന്നതാണ് വസ്തുത. അതേസമയം LDFിൻ്റെ കണക്ക് പരിശോധിച്ചാൽ അവിടെ പാലാ പോലെയുള്ള പ്രദേശങ്ങളൊക്കെ നഷ്ടപ്പെട്ട അങ്ങനെ പൊതുവെ ജോസ് കെ മാണി വിഭാഗം തിരിച്ചടി നേരിട്ടു എങ്കിൽ പോലും തൊടുപുഴയിൽ LDF, അതായത് CPM കൂടി സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇടതുപക്ഷത്തിന് മറ്റ് കേരള കോൺഗ്രസിന് പുറത്ത് ഉള്ളവരുടെ വോട്ട് വിഹിതം കൂടി കണക്കാക്കിയാണ് നമുക്ക് ഈ ഡേറ്റ പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. അവിടെ വോട്ട് വിഹിതം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 54,948 എന്നതാണ് തൊടുപുഴയിലെ ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വ്യക്തമായ മേൽക്കൈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തൊടുപുഴയിൽ UDFന് തന്നെയാണ് ഉള്ളത്. 72,796 വോട്ടുകളാണ്. ഇവിടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തൊടുപുഴയും ഇടുക്കിയും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മെജോറിറ്റി ആണ് നൽകിയിട്ടുള്ളത് UDFന് എന്നതാണ്. ഒപ്പം ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചു പോകേണ്ടത്, ഇടുക്കിയിലെ മുഴുവൻ സീറ്റുകളിലും വിജയം, അതാണ് ഈ ലക്ഷ്യ 2026 എന്നതിലൂടെ കോൺഗ്രസും ലക്ഷ്യം വെക്കുന്നത്. മുഴുവൻ സീറ്റുകളും പിടിക്കുക, ഇടുക്കിയിലെ നിയമസഭാ സീറ്റുകൾ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിൽ UDF പിടിക്കുക എന്ന ഒരു അജണ്ടയോടുകൂടി തന്നെയാണ് ഇപ്പോൾ UDF മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് PJ ജോസഫിൻ്റെ നിലപാടും രാഷ്ട്രീയമായി UDFനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്നത്.